വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ. അപ്പോൾ നമ്മൾ കുറേ നാളായാലേ വീഡിയോസ് ഇട്ടിട്ട് വെക്കേഷനൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. തിരിച്ച് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു വലിയ വീഡിയോസ് ഒന്നും ഇടാൻ സമയമില്ല. വന്നതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ വീഡിയോ ആണ് ഇടുന്നത്. ഇത് നാട്ടിൽ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ്. ഒരു ഈസി മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ നന്നായിട്ട് തോന്നി. അതാണ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ നമുക്ക് റൗണ്ട് ഷേപ്പിലോ വി ഷേപ്പിലോ യു ഷേപ്പിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കാം. പക്ഷേ എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് വളരെ നന്നായി തോന്നി. ഞാനങ്ങനെ നാട്ടിൽ വെച്ചിട്ട് സിസ്റ്ററിൻ്റെ ഇതിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോകണ്ട. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മമാരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ ജസ്റ്റ് ഒരു ചെറിയൊരു ഹെൽപ്പ് കൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനെന്താണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ് കേട്ടോ. ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പ് ക്ലോത്ത് വെച്ച് ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കോർണർ താഴത്തോട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് വി ഷേപ്പ് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ യു ഷേപ്പ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്ലോത്തിൽ ആദ്യം തന്നെ യു ഷേപ്പ് ആ ക്ലോത്തിൽ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഹെയറിൽ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണോ ഏത് ടൈപ്പ് ഓഫ് ഹെയർ കട്ടിംഗ് ആണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ഓഫ് ഷേപ്പ് നമ്മൾ ഈ ക്ലോത്തിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത ഒരു പാറ്റേൺ പോലെ റെഡി ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് നമ്മൾ കോംബ് ചെയ്ത് അതിൽ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഹെയർ കോംബ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. തല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം എത്രത്തോളം നമ്മൾ ഹെയർ കട്ട് ചെയ്യണം, സ്ട്രെയിറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ക്ലോത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് ക്ലോത്തിന്റെ താഴെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോത്ത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് തന്നെയായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫുൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി നമ്മൾക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ മുടി കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ സ്ട്രെയിറ്റ് കട്ടിങ് ഇങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. ഇതല്ലെങ്കിൽ വി കട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ യു കട്ട് ചെയ്യാം. അങ്ങനത്തെ ഫെദർ കട്ട് നമ്മൾക്ക് ഇതുപോലെ കയറ്റി വെച്ചിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഫെദർ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലോത്തിൽ നമ്മൾ ഓരോ മാർക്കിങ്ങും മുകളിലോട്ട് കയറി പോകുന്നതിനനുസരിച്ച് ചെയ്തു വെച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നന്നായി കോംബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കെടുക്കുന്നത് കാണാം. കണ്ടോ, അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് യു കട്ടിങ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ യു ഷേപ്പിൽ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് യു ഷേപ്പിലുള്ള ഹെയറും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.